ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് DJI Osmo 7P എന്ന് പറഞ്ഞ മൊബൈൽ ഗിംബലിനെ കുറിച്ചാണ്. സോ ഇതാണ് ഈ ഗിംബൽ, DJI Osmo മൊബൈൽ 7P. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേറ്റീവ് ട്രാക്കിംഗ്, പിന്നെ 3 ആക്സിസ് ഗിംബൽ സ്റ്റെബിലൈസേഷൻ, ക്വിക്ക് ഫോൾഡ്, ക്വിക്ക് ലോഞ്ച്, പിന്നെ ഇതിലൊരു എക്സ്റ്റൻഷൻ റോഡ് ഉണ്ടാവും, ട്രൈപോഡായിട്ട് ആക്ട് ചെയ്യും, പിന്നെ 10 hour ബാറ്ററി ലൈഫും ഉണ്ട്, ഫോൺ ചാർജിങ്ങും ഉണ്ട്. ഇതിന് ഏകദേശം MRP 16,990 രൂപയാണ്. ഇത് ആമസോണിൽ ഓഫറിൽ 13,500 കിട്ടും. നമ്മൾ ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 10 watts ആണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. സോ ഇതാണ് ഈ മൊബൈൽ ഗിംബൽ. ഇതിലൊരു നേറ്റീവ് ട്രാക്കർ ഉണ്ടാവും, വിത്ത് ക്യാമറയും ലൈറ്റിങ്ങും വരും. നമുക്ക് ഇതിൻ്റെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ മെയിനായിട്ടുള്ളത് ഒരു പൗച്ച്, അതിൻ്റെ ഉള്ളൊരു ഗിംബൽ ഉണ്ടാവും, പിന്നെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ ഇപ്പോൾ ഒരു പെട്ടി. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. സോ ഇതാണ് ഈ ഒരു പെട്ടിയൊക്കെ തുറന്ന് കഴിയുമ്പോൾ കിട്ടുന്നത്. സോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരി പൗച്ച് ഉണ്ടാവും. ഈ പൗച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിട്ടിട്ട് ട്രാവലിങ്ങിനൊക്കെ ഈ ഒരു ഗിംബിൾ ഇട്ടിട്ട് പോവാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഒരു സേഫ്റ്റി ഗൈഡ് ലൈൻസ്, പിന്നെ DJIയുടെ ഒരു ഫോറം, അതിൻ്റെ ഒരു കാർഡ് പോലത്തെ ഒരു സംഭവം. പിന്നെ 2 കേബിൾ ഉണ്ടാവും. ഒന്ന് പവർ കേബിൾ 50 cm, പിന്നെ ഇത് ഓഡിയോ റിസീവറാണ്, റിസീവറിങ് കേബിളാണ് 15 cm. ഇതാണ് നമ്മുടെ മൊബൈൽ ക്ലിപ്പ് അല്ലെങ്കിൽ ഹാങ്ങർ പറയും. സോ ഈ ഒരു ഗിംബിലോട്ട് അറ്റാച്ച് ചെയ്ത് മൊബൈലിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ആ നേറ്റീവ് ട്രാക്കർ ഞാൻ പറഞ്ഞത്. സോ ഇതിലൊരു ക്യാമറ ഉണ്ടാവും. ഇതാണ് ലൈറ്റ്. സോ നമുക്കിപ്പോൾ ഇൻ കേസ് സെൽഫിയോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഫേസിലോട്ട് ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ലൈറ്റിംഗ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഇതൊക്കെ ബട്ടൺസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പവർ ബട്ടൺ, പിന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറക്കാനുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ റിസീവിങ് കേബിൾ കണക്ട് ചെയ്യുന്ന പോർട്ട്. സോ ഈ റിസീവിങ് കേബിൾ ഒരു എൻഡ് ഇവിടെയും മറ്റെൻഡ് ഗിംബലിൻ്റെ ഇവിടെയും കണക്ട് ചെയ്യും. അങ്ങനെയാണ് റിസീവിങ് നടക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു ലോക്ക് ബട്ടൺ ഉണ്ട്. സോ ഈ ലോക്ക് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. സോ ഈ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മോഡൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ സൈഡിൽ ഇത് DJIയുടെ മൈക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തതായിട്ട്. സോ കുറച്ചും കൂടി ഓഡിയോ ക്വാളിറ്റി നല്ലതായിട്ട് വരും. സോ ആ ടൈമിൽ ബ്ലിങ്ക് ചെയ്യുന്ന സംഭവങ്ങളാണിത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് സംഭവം, മോഡ്യൂൾ. ഈ ഒരു ഗിംബൽ ഓണാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിവർ ഉണ്ട്, ഇത് ജസ്റ്റ് മുകളിലോട്ട് പൊക്കിയാൽ മതി. സോ ഇങ്ങനെ ആക്കിയാൽ തന്നെ ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ഗിംബൽ ഓണാവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ഇൻ കേസ് ഓണായില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇതാണ് പവർ ബട്ടൺ, ഈ M എന്ന് പറയുന്നത്. സോ ഇതിൽ നക്കി കഴിഞ്ഞാൽ ഗിംബൽ ഓണാവും. ഇതാണ് ഈ ഗിംബൽ. അടുത്ത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു മൊബൈലിലേക്ക് നമ്മുടെ ഈ ഒരു കണക്ടർ അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ജസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇത് 2 സൈഡിലേക്കും വലിക്കുക. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ആവും. അതിൻ്റെ ഉള്ളിൽ മൊബൈൽ വെച്ച് കണക്ട് ചെയ്താൽ മതി. സോ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു എഴുതിയിട്ടുണ്ടാവും നല്ല വൃത്തിയിൽ, അതായത് ഫോൺ ക്യാമറയുടെ ഡയറക്ഷനിൽ വേണം ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ സാധനം. പിന്നെ ഇവിടെയാണ് നമ്മുടെ നേറ്റീവ് ട്രാക്കർ കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ പോർട്സ് വരുന്നത്. സോ ഇതാണ് അതിൻ്റെ ഡാറ്റ പവർ പോർട്സ്. ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെയും വേറെ ഈ മൊബൈൽ ഗിംബലോട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. സോ ഇവിടുത്തെ ഈ ഒരു 4 പോർട്ട് ഉണ്ടാവും, അതാണ് ഇതിലേക്ക് വരുന്നത്. സോ ഇതുവഴിയായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റും പിന്നെ ഡാറ്റ ട്രാൻസ്ഫറും എല്ലാം വരുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡാണ്. സോ ഈ ഒരു 3 പാർട്സാണ് ഇതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡായിട്ട് ആക്ട് ചെയ്യുക. സോ ഇത് ജസ്റ്റ് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് നോക്കാം. സോ ഇത് താഴത്തേക്ക് വലിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെ ഇരിക്കും. സോ അതിനുശേഷം നമുക്ക് ഇത് മേശപ്പുറത്ത് വെച്ചിട്ട് മീറ്റിങ്സോ അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു മൊബൈൽ കണക്ടറും ഗിംബിളായിട്ട് അറ്റാച്ച് ചെയ്യുക. സോ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഈ ഒരു ലോക്കുമായിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. സോ ഇതാണ് സംഭവം.
സോ ഈ ഫോണിവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ അടുത്തുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നേറ്റീവ് ട്രാക്കർ. സോ നേറ്റീവ് ട്രാക്കർ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീഡിയോസാണ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലാഷ് അല്ലെങ്കിൽ ക്യാമറ നിങ്ങളുടെ നേരത്തെ നിൽക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ എടുക്കുകയാണെങ്കിൽ ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം. സോ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാം, നിങ്ങളുടെ സെൽഫി എടുക്കാനും ഇങ്ങനെ എടുത്ത് തന്നെ നിങ്ങൾ വേറെ ആരുടെയും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്കടെ അങ്ങോട്ട് തിരിച്ചു വെക്കാം. സോ അടുത്തതെന്ന് പറഞ്ഞത് കണക്ട് ചെയ്യുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കണക്റ്റ് ആവും. സോ ഓൾറെഡി അതിലേക്ക് പവർ വരുന്നുണ്ട്. ഇപ്പോൾ ഡാറ്റ അത് റീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലാം അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഇതുപോലെ ഇരിക്കും. സോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോണും ഗിംബിളായിട്ട് കണക്ട് ചെയ്യണം. സോ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ബ്ലൂടൂത്ത് ഐക്കൺ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പെയറിംഗ് മോഡിലാണ് ഇപ്പോൾ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആകുക. സോ ഞാൻ അത് ഓൾറെഡി കണക്ട് ചെയ്തിട്ടേക്കാണ്. സോ ഇതിലിപ്പോൾ ഓൾറെഡി 99% ചാർജ് ഉണ്ട്, കണക്റ്റഡ് ആണ്. സോ ഒന്നും കൂടി കണക്റ്റഡായി. സോ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ പെയർ നല്ല ബ്ലിങ്ക് ചെയ്യാണ്ടിരിക്കും, അതായത് സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ഇരിക്കും ഈ ഒരു ഐക്കൺ. സോ ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ DJIയുടെ മീമോ ആപ്പ് ഉണ്ട്. ഇതാണ് DJIയുടെ മീമോ ആപ്പ്. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഓൾറെഡി DJIയുടെ സൈറ്റിൽ നിന്ന് കിട്ടും. സോ അവർക്കിടെ അതിൽ ആപ്പ് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ അതിൽ DJI മീമോ എന്ന് പറഞ്ഞ ആപ്പിന് ഡൗൺലോഡ് ഉണ്ടാവും. അത് ക്രോം വഴി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ഇതുവരെ കണ്ടിട്ടില്ല. അടുത്തത് ഫോണും ഈ ഗിംബലും നമ്മൾ കണക്ട് ചെയ്യലാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ സർവീസ് ഓൺ ആക്കണം. അതിനുശേഷം ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. യെസ്, ഇപ്പോൾ അത് കണക്റ്റഡായി. സോ ഇതാണ് നമ്മുടെ DJI ഗിംബൽ. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെർട്ടിക്കലായിട്ട് എടുക്കാം. ഇത് ഡബിൾ പ്രസ് ചെയ്ത് ഈ ഒരു ബട്ടൺ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വീഡിയോ ആവും. വീണ്ടും ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വീഡിയോ എടുക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ട്രിപ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീഡിയോ മോഡ് മാറും. നേരത്തെ ഫോട്ടോ ആയിരുന്നു, ഇപ്പോൾ അത് വീഡിയോ ആയി. പിന്നെ ബാക്കിൽ കുറച്ച് ജോയ്സ്റ്റിക്സ് ഒക്കെ ഉണ്ട്. സോ ഈ ഒരു ബാക്ക് സൈഡ് ജോയ്സ്റ്റിക്ക് ഉണ്ട്, ഇതുണ്ടോ ഈ സാധനം. ഇത് ട്രിപ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിയും. ഞാൻ ഈ മോഡിൽ കണക്ട് ചെയ്തത് മാറിപ്പോയി. സോ നമുക്കിത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അൺലോക്ക് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് റിലീസ് ചെയ്യുക, തിരിച്ചു പിടിക്കുക. കറക്റ്റായിട്ട് ഇവിടെ തന്നെ വെക്കുക. സോ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ഈ ഒരു ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് ഓൺ ആവും. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോബ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. സോ ഇപ്പോൾ ഇൻറ്റൻസിറ്റി കുറച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ കളർ ടെമ്പറേച്ചർ മാറ്റണമെങ്കിൽ ബാക്കിലൊരു ബട്ടൺ ഉണ്ട് ഇവിടെ. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ടെമ്പറേച്ചർ മാറും. ഈ ബട്ടൺ. സോ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്ക്രോൾ ബാറാണ്. സോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഫോട്ടോ മോഡിലാണ് വെച്ചേക്കുന്നത്. സോ ഇതിൽ നമ്മൾ സ്ക്രോൾ ബാർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാൻ അതനുസരിച്ച് സൂം ആവും. സോ നമുക്ക് ഈ ഒരു ഗിംബൽ വെച്ച് തന്നെ ഫോണിൻ്റെ സൂമിങ്ങും
സൂം ഔട്ട്, മാനുവൽ ഫോക്കസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതിപ്പോൾ വീണ്ടും 1x ആക്കിയിട്ടുണ്ട്. സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ, അത് 4 ways, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. സോ ഈ ഒരു 4 വേസിലേക്ക് നമുക്ക് ഈ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാം. പിന്നെ ഉള്ളത് ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ബട്ടൺ. സോ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 1 ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള ക്യാമറ ഓണാവും. വീണ്ടും സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാം ഓണാവും. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് മാറും. ട്രിപ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മാറിയിട്ട് വീഡിയോ മോഡിലേക്ക് മാറും. പിന്നെ ഈ ഒരു റെഡ് ബട്ടണാണ് നമ്മൾ സാധാരണ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. സോ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. പിന്നെ ഉള്ളത് ഈ ഒരു മോഡ്സാണ്. അതിൽ പല 4 മോഡ്സ് വരുന്നുണ്ട് ഗിംബലിൽ. അതായത് സ്റ്റെബിലൈസേഷൻ മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഈ ഒരു പല മോഡിലും സ്റ്റെബിലൈസേഷനാണ് ഇവർ നോക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കറിയില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ഇടാം. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. ഇതിൻ്റെ നേറ്റീവ് ട്രാക്കർ. സോ ഇതിൻ്റെ ബാക്കിലൊരു ബട്ടണുണ്ട്. സോ ഇവിടെ ട്രിഗറാണ് ഈ സാധനം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ ട്രിഗർ. സോ ഈ ട്രിഗർ സിംഗിൾ പ്രസ് ചെയ്താൽ വീണ്ടും ഇത് സ്റ്റേബിളാവും. സോ ഇതിപ്പോൾ ഇൻ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റേബിൾ ആക്കണമെങ്കിൽ, പഴയ മോഡലാക്കണമെങ്കിൽ സിംഗിൾ പ്രസ് ചെയ്താൽ മതി, തിരിഞ്ഞു വരും. പിന്നെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആവും. പിന്നെ ട്രിപ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് 180 ഡിഗ്രി തിരിക്കാം. 180 ഡിഗ്രി തിരിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെയിൻ ക്യാമറയിൽ നിന്ന് വീഡിയോസും ഫോട്ടോസും അല്ലെങ്കിൽ സെൽഫീസൊക്കെ എടുക്കാം. അത് കൂടുതൽ റെസൊല്യൂഷൻ കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ 180 ഡിഗ്രി ഒക്കെ എടുക്കാൻ വേണ്ടി ഇത് ഭയങ്കര എളുപ്പമാണ്. സോ വീണ്ടും ട്രിപ്പിൾ പ്രസ് നടത്തി കഴിഞ്ഞാൽ തിരിയും. പിന്നെ ഉള്ളത് അടുത്തൊരു മോഡ് എന്ന് പറയുന്നത് നേറ്റീവ് ട്രാക്കർ. സോ ഇവിടെ നിങ്ങൾ നേറ്റീവ് ട്രാക്കർ ഉണ്ടോ? ഈ നേറ്റീവ് ട്രാക്കർ വെച്ചിട്ട് നമുക്ക് ആളെ ട്രാക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഇമേജിലേക്ക് വന്നു. അപ്പോൾ അത് ഫ്രണ്ട് ക്യാം ഓണാക്കി. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുഖത്തിന് ചുറ്റും ഒരു ഗ്രീൻ ട്രാക്കർ ഉണ്ട്. സോ അത് ഫോണിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഇതാണ് ഗ്രീൻ ട്രാക്കർ. അതിനുശേഷം ബാക്കിലത് ഓണാക്കുക. ബാക്കിലത് സിംഗിൾ പ്രസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേറ്റീവ് ട്രാക്കർ ഓണാക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്ക്രോൾ ബാറാണ്. സോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഫോട്ടോ മോഡിലാണ് വെച്ചേക്കുന്നത്. സോ ഇതിൽ നമ്മൾ സ്ക്രോൾ ബാർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാൻ അതനുസരിച്ച് സൂം ആവും. സോ നമുക്ക് ഈ ഒരു ഗിംബൽ വെച്ച് തന്നെ ഫോണിൻ്റെ സൂമിങ്ങും സൂം ഔട്ടും മാനുവൽ ഫോക്കസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതിപ്പോൾ വീണ്ടും 1x ആക്കിയിട്ടുണ്ട്. സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ, അത് 4 ways, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. സോ ഈ ഒരു 4 വേസിലേക്ക് നമുക്ക് ഈ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാം. പിന്നെ ഉള്ളത് ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ബട്ടൺ. സോ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 1 ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള ക്യാമറ ഓണാവും. വീണ്ടും സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാം ഓണാവും. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ നിന്ന് ലാൻഡ്സ്കേപ്പിലേക്ക് മാറും. ട്രിപ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ മാറിയിട്ട് വീഡിയോ മോഡിലേക്ക് മാറും. പിന്നെ ഈ ഒരു റെഡ് ബട്ടണാണ് നമ്മൾ സാധാരണ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. സോ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. പിന്നെ ഉള്ളത് ഈ ഒരു മോഡ്സാണ്. അതിൽ പല 4 മോഡ്സ് വരുന്നുണ്ട് ഗിംബലിൽ. അതായത് സ്റ്റെബിലൈസേഷൻ മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ ഈ ഒരു പല മോഡിലും സ്റ്റെബിലൈസേഷനാണ് ഇവർ നോക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കറിയില്ല.
എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ഇടാം. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. ഇതിൻ്റെ നേറ്റീവ് ട്രാക്കർ. സോ ഇതിൻ്റെ ബാക്കിലൊരു ബട്ടണുണ്ട്. സോ ഇവിടെ ട്രിഗറാണ് ഈ സാധനം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ ട്രിഗർ. സോ ഈ ട്രിഗർ സിംഗിൾ പ്രസ് ചെയ്താൽ വീണ്ടും ഇത് സ്റ്റേബിളാവും. സോ ഇതിപ്പോൾ ഇൻ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റേബിൾ ആക്കണമെങ്കിൽ, പഴയ മോഡലാക്കണമെങ്കിൽ സിംഗിൾ പ്രസ് ചെയ്താൽ മതി, തിരിഞ്ഞു വരും. പിന്നെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആവും. പിന്നെ ട്രിപ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് 180 ഡിഗ്രി തിരിക്കാം. 180 ഡിഗ്രി തിരിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെയിൻ ക്യാമറയിൽ നിന്ന് വീഡിയോസോ ഫോട്ടോസോ അല്ലെങ്കിൽ സെൽഫീസൊക്കെ എടുക്കാം. അത് കൂടുതൽ റെസൊല്യൂഷൻ കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ 180 ഡിഗ്രി ഒക്കെ എടുക്കാൻ വേണ്ടി ഇത് ഭയങ്കര എളുപ്പമാണ്. സോ വീണ്ടും ട്രിപ്പിൾ പ്രസ് നടത്തി കഴിഞ്ഞാൽ തിരിയും. പിന്നെ ഉള്ളത് അടുത്തൊരു മോഡ് എന്ന് പറയുന്നത് നേറ്റീവ് ട്രാക്കർ. സോ ഇവിടെ നിങ്ങൾ നേറ്റീവ് ട്രാക്കർ ഉണ്ടോ? ഈ നേറ്റീവ് ട്രാക്കർ വെച്ചിട്ട് നമുക്ക് ആളെ ട്രാക്ക് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഇമേജിലേക്ക് വന്നു. അപ്പോൾ അത് ഫ്രണ്ട് ക്യാം ഓണാക്കി. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുഖത്തിന് ചുറ്റും ഒരു ഗ്രീൻ ട്രാക്കർ ഉണ്ട്. സോ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ ഈ ബാക്കിലെ ബട്ടൺ സിംഗിൾ പ്രസ് എന്ന് പറഞ്ഞാൽ നേറ്റീവ് ട്രാക്കർ ഓൺ ആവും. ഡബിൾ പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീലൊക്കേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ, അതായത് റീസ്റ്റേബിൾ ആവും. സോ നേറ്റീവ് ട്രാക്കർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമറ ഇപ്പോൾ അതേ പൊസിഷനിൽ നിൽക്കുകയാണ്, ക്യാമറ നീങ്ങുന്നില്ല. സോ ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ വീഡിയോ എടുക്കുകയാണ്, അപ്പോൾ അയാളുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാക്കിലെ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. സോ അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ കളർ, ഒരു സ്ക്വയറിന് 4 എഡ്ജസിൽ ഗ്രീൻ കളർ തന്നെ ഉണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നേറ്റീവ് ട്രാക്കർ ഓണാണ്. സോ ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോയാലും, ഇനിയിട്ട് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിന് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ നേറ്റീവ് ട്രാക്കിംഗ്. സോ ഈ ഒരു നേറ്റീവ് ട്രാക്കിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് മാക്സിമം 180 ഡിഗ്രി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആവുള്ളൂ. അത് 360 ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ആവത്തില്ല. സോ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും വരത്തുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും നീങ്ങത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. സോ ഈ ഒരു ഗിംബലിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള സ്റ്റാൻഡ്, പിന്നെ സ്റ്റെബിലൈസേഷൻ, നേറ്റീവ് ട്രാക്കർ, സോ ഇതിനെല്ലാത്തിനെയും കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. പിന്നെ അടുത്തൊരു ഫീച്ചറാണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി. അതായത് നമുക്ക് ഈ ഒരു 3350 mAh ബാറ്ററിയുള്ള ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. സോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോണും ചാർജ് ചെയ്യാം. സോ ഒരു പവർ കേബിളിൻ്റെ ഒരറ്റം ഇവിടെ കണക്ട് ചെയ്യുക, അതിനുശേഷം മറ്റൊരറ്റം ഇവിടെയും കണക്ട് ചെയ്യുക. സോ അങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങളുടെ ഫോൺ അത് ഇതുണ്ടോ ചാർജിങ് ആണ് സാധനം. എൻ്റെ ഫോണിലിപ്പോൾ 4% ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു ഗിംബൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈലും ചാർജ് ചെയ്യാം. സോ നിങ്ങളിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ആ ടൈമിൽ ചാർജ് ഇല്ല എങ്കിൽ ഈ ഒരു ഗിംബൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ റോഡാണ്. സോ നമുക്ക് ഇവിടെ നിന്നൊരു എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്. സോ ഇത് ഇൻ കേസ് നമുക്കിപ്പോൾ ഒരു സെൽഫീസ് ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി വൈഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം. സോ ആ ഒരു വൈഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റൻഷൻ റോഡ് വരും. സോ ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ റോഡിൻ്റെ കണക്ഷൻ. സോ ഇത് നോക്കിയും കണ്ടും വലിച്ചില്ലെങ്കിൽ സാധനം ചിലപ്പോൾ ഒടിഞ്ഞ് കയ്യിലിരിക്കും. ഒരൊറ്റ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കാരണം ഇവിടെ ഒരു മോട്ടർ ഉണ്ടാവും. സോ ഈ സാധനം നോക്കി വലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫിറ്റിംഗ് അടക്കം ഇളകിപ്പോരും. ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഫിറ്റിങ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഗിംബലിൻ്റെ അൺബോക്സിങ് വീഡിയോ. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഉപയോഗിച്ചൊന്ന് കുറച്ചൊന്ന് എക്സ്പീരിയൻസ് അയക്കാൻ അടുത്തൊരു ഇതിന് ഫുൾ ഫീച്ചർ അടക്കമുള്ളൊരു വീഡിയോസ് അടുത്തായിട്ട് ഇടാം. സോ പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.